മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. ഇന്ന് നമ്മൾ 55-ാമത്തെ പാഠം പഠിക്കുകയാണ്. പേജ് നമ്പർ 310 മുതൽ 317 വരെയുള്ള ഭാഗങ്ങളിലാണ് ഇന്നത്തെ 55-ാമത്തെ പാഠം കാണുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തെയും കരുതലിനെയും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ വഴി നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയേനെ. ഈശോയെ, നിൻ്റെ വഴി നടത്തണം, നിൻ്റെ കരുതലിനും പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ഗീവർഗീസേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, 18-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ ചരിത്രത്തെയും കേരളീയ ക്രൈസ്തവ ചരിത്രത്തെയും യാത്രാവിവരണങ്ങളെയും സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ വർത്തമാന പുസ്തകത്തിലെ 55-ാം പാഠത്തിൻ്റെ വിശകലനമാണ് ഇന്ന് നാം നടത്തുക. ഈ ഭാഗത്ത് പാറേമാക്കൽ തോമാക്കത്തനാർ റോമിൽ നിന്നുള്ള മടക്കയാത്രയെക്കുറിച്ചും ലോറെത്തോ എന്ന പുണ്യസ്ഥലം സന്ദർശിച്ചതിനെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഇതിൽ പ്രത്യേകമായിട്ട് വിശദീകരിച്ചിരിക്കുക. എന്നത്തെയും പോലെ തന്നെ നമ്മൾ 5 പ്രധാന ആശയങ്ങളായിട്ട് ഇതിനെ വിവരിക്കുന്നു. 1-ാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമിൽ നിന്നുള്ള മടക്കയാത്രയും യാത്രാ സംഘവും. റോമിലെ പഠനം കഴിഞ്ഞു മടങ്ങിയ മൽപ്പാൻ ഇട്ടൂപ്പ് കത്തനാർക്കും പാറേമാക്കൽ തോമാ കത്തനാർക്കും ഒപ്പം ചേർന്ന പ്രധാന വ്യക്തിയാണ്. യൗസെഫ് ഫറിയ, അദ്ദേഹം പ്രശസ്തനായ അബേ ഫറിയയുടെ പിതാവാണ്. റോമിൽ നിന്നും ലിസ്ബണിലേക്കും അവിടെ നിന്നും ഇന്ത്യയിലേക്കും മടങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി. ഇറ്റലിയിലെ പ്രഭുവായ മർക്കസ് കുസ്തന്തീനിയും ഇവർക്കൊപ്പം ചേരുന്നത് ഈ യാത്രയെ കൂടുതൽ സുരക്ഷിതത്വവും ഔദ്യോഗികവുമാക്കുന്നു. മുൻപാദങ്ങളിലെ റോമിലെ അധികാര കേന്ദ്രങ്ങളുമായി മൽപ്പാൻ നടത്തിയ പോരാട്ടങ്ങൾക്ക് ശേഷം ഒരു ആശ്വാസമെന്ന നിലയിലാണ് ഈ മടക്കയാത്രയുടെ തുടക്കം ചിത്രീകരിച്ചിരിക്കുന്നത്. 2-ാമത്തെ ആശയം തുലന്തീനോയിലെ സ്വീകരണവും വിശുദ്ധ നിക്ളോവോസിൻ്റെ ഭൗതിക അവശിഷ്ടവും. യാത്രാമധ്യേ ഇവർ തുലിന്തീനോ എന്ന നഗരത്തിലെത്തുന്നു. അവിടെ മാർക്കസ് പ്രഭു ഇവർക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. അവിടെയുള്ള പള്ളിയിൽ വെച്ച് മാർ നിക്ളാവോസ് പുണ്യവാൻ്റെ അത്ഭുതകരമായ കൈ കാണുന്നതിനെപ്പറ്റി ഗ്രന്ഥകാരൻ വിവരിക്കുന്നു. മീൻ പോലെ സുന്ദരമായ കൈ എന്നാണ് കത്തനാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിന്മേൽ അത്ഭുതകരമായി മുളച്ചു വന്ന കുരുക്കളെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങളെ എത്രത്തോളം താല്പര്യത്തോടെയും കൗതുകത്തോടെയുമാണ് അവർ നിരീക്ഷിച്ചിരുന്നത് എന്ന് ഈ വിവരണം വ്യക്തമാക്കുന്നു. 3-ാമത്തെ ആശയം ലൊറന്തോയിലെ മാതാവിൻ്റെ ഭവനം. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലൊറന്തോ സന്ദർശനമാണ്. നസ്രത്തിൽ മാലാഖമാർ ഇറ്റലിയിലേക്ക് എടുത്തുകൊണ്ടുവന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മാതാവിൻ്റെ വീടിനെക്കുറിച്ച് കത്തനാർ വിശദമായി പ്രതിപാദിക്കുന്നു. മാലാഖമാരുടെ ദൗത്യം. നസ്രത്തിൽ നിന്നും ഇറ്റലിയിലെ ലൊറന്തോയിലേക്ക് ഈ വീട് മാറ്റപ്പെട്ട ഐതിഹ്യം ഇദ്ദേഹം വിവരിക്കുന്നു. വീടിൻ്റെ ഘടന. അടിച്ചുവാരുന്ന പൊടിയും മെഴുകുപോലും അത്ഭുതകരമായ രോഗശാന്തി നൽകുന്നു എന്ന വിശ്വാസം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിറം. മാതാവിൻ്റെ രൂപത്തിൻ്റെ കറുത്ത നിറത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിയുന്നുണ്ട്. അത് പാശ്ചാത്യ ശൈലിയിലുള്ളതാണ് എന്നും പുരാതനമാണെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. 4-ാമത്തെ ആശയം ഇതാണ്. ലൊറന്തോയിലെ ദാനധർമ്മങ്ങളും ഭരണ സംവിധാനവും. ലൊറന്തോയിലെ പള്ളിക്ക് രാജാക്കന്മാരും പ്രഭുക്കളും നൽകുന്ന വലിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ഗ്രന്ഥകാരൻ അത്ഭുതപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ സാമ്പത്തിക ഭദ്രതയും ഭരണപരമായ കൃത്യതയും അദ്ദേഹം നിരീക്ഷിക്കുന്നു.
മലയാളികൾക്കും മലങ്കരയിലെ പള്ളികൾക്കും വേണ്ടി പ്രത്യേകം കുർബാന അർപ്പിച്ച വിവരം അദ്ദേഹം രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ സഭയ്ക്ക് ഒരു പ്രത്യേക പള്ളി പണിയണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ലറന്തോയിലെ വീടിൻ്റെ അളവുകൾ രേഖപ്പെടുത്തിയ പുസ്തകം അദ്ദേഹം വാങ്ങുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് ജന്മനാടിനോടുള്ള കരുതലാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. 5-ാമത്തെ ആശയം, അങ്കോണ തുറമുഖവും തുടർന്നുള്ള യാത്രയും. ലറന്തോയിൽ നിന്നും അവർ അങ്കോണ എന്ന തുറമുഖ നഗരത്തിലെത്തുന്നു. ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി അങ്കോണയെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അവിടുത്തെ കപ്പൽ സൗകര്യങ്ങളും വിദേശികളുടെ സാന്നിധ്യവും അദ്ദേഹം വിവരിക്കുന്നു. മാർക്കസ് പ്രഭുവും യൗസെഫ് ഫറിയായും വെനീസ് കാണാൻ പോകുന്നു. തോമാ കത്തനാരും അൽപ്പാനും ജനോവ ലക്ഷ്യമാക്കി തിരിയുന്നു. ഇങ്ങനെ സംഘം രണ്ടായി പിരിയുന്നതോടെ ഈ ഭാഗം അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സും അവസാനിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കും. റോമിൽ നിന്നും ലിസ്ബണിലേക്കുള്ള യാത്രയിൽ പാറേമാക്കൽ കത്തനാരോടൊപ്പം ചേർന്ന വൈദികൻ ആര്? യൗസെഫ് ഫറിയ. യൗസെഫ് ഫറിയായ്ക്കും മൽപ്പാനും ലിസ്ബണിലേക്ക് ഒരുമിച്ച് പോകാൻ കത്തെഴുതിയത് ആര്? കയത്താനോസ് പാതുരി. തൊലിന്തീനോയിലെ പ്രഭുവായ മർക്കസ് കുസ്തീനിയയെ തിരിച്ചറിയാൻ കത്തനാരെ സഹായിച്ച ലക്ഷണമെന്തായിരുന്നു? ഔസെഫ് ഫറിയ പാതുരി വഴി ലഭിച്ച വിവരണങ്ങൾ. തൊലിന്തോനോയിൽ നിന്ന് അവർ ദർശിച്ച വിശുദ്ധൻ്റെ ശാരീരിക അവശിഷ്ടം ആരുടേതായിരുന്നു? മാർ നിക്കോളാവോസ്. ലറന്തോയിലെ വിശുദ്ധ ഭവനം നസ്രത്തിൽ നിന്നും ആരാണ് കൊണ്ടുവന്നതെന്നാണ് വിശ്വാസം? മാലാഖമാർ. മാതാവിൻ്റെ ഭവനം ലൊറന്തോയിൽ എത്തുന്നതിന് മുമ്പ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇരുന്നിരുന്നത്? ദൽമസിയ, അൽസാനിയ. ലറന്തോയിലെ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും രൂപത്തിൻ്റെ പ്രത്യേകതയായി ഗ്രന്ഥകാരൻ എടുത്തു പറയുന്നത് എന്ത്? രൂപങ്ങളുടെ നിറം കറുപ്പായിരുന്നു. ലറന്തോയിലെ വീടിന് ചുറ്റും പള്ളി പണിയിച്ച മാർപ്പാപ്പയാര്? 5-ാം സിക്സ്റ്റസ് മാർപ്പാപ്പ. വീടിൻ്റെ ചുമരുകൾ വെള്ളി പൊതിയാനുള്ള ശ്രമം പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്? തൻ്റെ വീട് ദരിദ്രമായ അവസ്ഥയിൽ തന്നെ ഇരിക്കണമെന്ന മാതാവിൻ്റെ ആഗ്രഹം കൊണ്ട് അത് സാധിച്ചില്ല. ലറന്തോയിലെ വീടിൻ്റെ അളവുകൾ അടങ്ങിയ പുസ്തകം മൽപ്പാൻ വാങ്ങിയതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? കേരളത്തിൽ ആ അളവിൽ ഒരു പള്ളി പണിയാൻ വേണ്ടി. ഇറ്റലിയിലെ പ്രധാന തുറമുഖമായി ഗ്രന്ഥകാരൻ വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? അങ്കോണ. അങ്കോണയിൽ നിന്നും മൽപ്പാനും പാറേമാക്കൽ കത്തനാരും എങ്ങോട്ടാണ് യാത്ര തിരിച്ചത്? ജനോവ എന്ന നഗരത്തിലേക്ക്.